നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം ശക്തിക്കായി, യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയ്ക്കായി, യേശുവിൻ നാമം ശക്തിക്കായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അവർ ശക്തിയെ പുതുക്കും. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തികളായി എന്നെ ഇന്ന് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവമക്കളായി മാറി. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ശുദ്ധിക്കായി, യേശുവിൻ്റെ രക്തം കഴുകലിനായി, സൗഖ്യത്തിനായി ഉണ്ട്. അപ്പോൾ തന്നെ യേശുവിൻ്റെ നാമം എനിക്കും നിങ്ങൾക്കും വിടുതലിനായും രക്ഷയ്ക്കായും, ആ യേശുവിൻ്റെ നാമം വലിയ ശക്തിയായി യേശുവിൻ്റെ നാമത്തിലുണ്ട്. അത് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നതാണ് ഈ നാമം, ഈ മാർഗം, യേശുവിൻ്റെ മാർഗം, യേശുവിൻ്റെ നാമം. അവിടെ പറയാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. എന്നിട്ട് പറയാണ്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. ബാല്യക്കാരാണ് നല്ല ആരോഗ്യത്തോடு ഇരിക്കേണ്ടത്, അവർ ക്ഷീണിച്ച് പോകും. എങ്കിലും എങ്ങനെയുള്ളവരാണ് ബലം പ്രാപിക്കുന്നത്? ഇവിടെ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യേശുവിനെ കാത്തിരിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവർ, അവർ ശക്തിയെ പുതുക്കും. ശക്തി കുറയാം, പക്ഷെ ശക്തി പുതുക്കും. എന്നിട്ട് പറയണം, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകന്മാരെ പോലെ എന്ത് ചെയ്യുക? ചിറകടിച്ച് ഉയരത്തിലേക്ക് കയറും. അവർ തളർന്നു പോകാതെ ഓടും. ഒരിക്കലും തളർന്നു പോകാതെ അവർ ഓടുകയും പിന്നെ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, ഇന്ന് യേശു കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ, ദൈവമക്കളായി തീർന്ന ആ കാരണത്താൽ, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ശക്തിയുണ്ട്. ഏത് വിഷയത്തിന്മേലും, ഏത് പ്രതികൂല സാഹചര്യത്തോടും. അപ്പോസ്തലന്മാർ അതാണ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക് തരാനില്ല, പകരം ഒരു നാമമുണ്ട്, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞ് മുടന്തനെ എഴുന്നേൽപ്പിച്ചു, കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. ഇതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കാത്തൊരു കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്,
വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഭാരങ്ങൾ യേശു ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. ശാപങ്ങൾ മാറിപ്പോകും, രോഗങ്ങൾ മാറിപ്പോകും. എവിടെയാണ് ശക്തി? യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച ആ ക്രൂശു മരണത്തിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടതിലൂടെ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്കായി അടയാളം ചെയ്യുന്നതിലൂടെ. ഇന്ന് ഒരു വിഷയത്തിലൂടെയാണോ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ, ക്ഷീണിച്ച അവസ്ഥയിലാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, യഹോവയെ കാത്തിരിക്കുന്ന നിങ്ങൾ ശക്തിയെ പുതുക്കും. നാം ശക്തിയെ പുതുക്കും. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ശക്തിയെ പുതുക്കും. ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് യേശു ശക്തി തരികയാണ്. യേശുവിൻ്റെ നാമത്തിന് ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ബലമില്ലാത്തവന് യേശു ബലം നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബാല്യക്കാർ ക്ഷീണിച്ചു, യൗവനക്കാരും ക്ഷീണിച്ചു പോകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിങ്ങളും ഞാനും ക്ഷീണിച്ചു പോകത്തില്ല. കാരണം നാം യേശുവിനെ കാത്തിരിക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്നു, ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നാം ശക്തി തീർന്നു പോവല്ല, ശക്തിയെ പുതുക്കുന്നവരായി മാറാൻ പോവുകയാണ്. ശക്തിയെ പുതുക്കുന്ന വ്യക്തികളായി നാം തീരാൻ പോവുകയാണ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? തളർന്നു പോകാതെ ഒട്ടും തളർന്നു പോകാതെ ഇനി ഓടണം. ക്ഷീണിച്ചു പോകാതെ നടക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, നിരാശയുടെ നടുവിലിരിക്കുന്നവർ, അവർ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കർത്താവിൻ്റെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ ശക്തി പ്രാപിച്ചവരായി തീരട്ടെ. അപ്പോൾ തന്നെ രോഗികൾ, എന്നെ കേൾക്കുന്ന രോഗികൾ, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരിലേക്ക് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹൃദയഭാരങ്ങൾ ഈ നിമിഷം യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യക്തികളെ വിട്ട് മാറിപ്പോകട്ടെ. സകല മഹത്വവർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിക്കായി, യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, എൻ്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ.